ഹായ് തോമസ് ചാക്കോ, എന്താണ് സൈക്കിൾ റിപ്പയറിങ്ങിന്? അതെ, സൈക്കിളാണല്ലോ പണ്ടത്തെ ഒരു സ്റ്റൈലല്ലേ. ലാലേട്ടൻ സൈക്കിളിൽ പോയാൽ പോരാട്ടോ, ബൈക്കും കാറൊക്കെ വേണം. അതെന്തല്ലേ ഇത് പഴയ കിരീടം സേതുമാധവൻ, അതുപോലെ അതാണ് സൈക്കിൾ. വിഷ്ണു ലോകൻ ലാലേട്ടൻ. എങ്ങനെ കൊള്ളാലോ? പിന്നെന്താ? പിന്നെ എനിക്കെന്തായാലും അടുത്ത സിനിമയിൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വിളിക്കാം. എമ്പുരാൻ എമ്പുരാനൊക്കെ അല്ല, ഇപ്പൊ പുതിയ ലാലേട്ടൻ ഡ്യൂപ്പ് തന്നെ വരുന്നത്. അപ്പൊ കാണാം. അതുവരെ ഈ സൈക്കിൾ ഓടിയിരിക്കട്ടെ. സവാരിക്കിരിക്കും. എടാ, നീ ഈ വേഷം മാറിയില്ലേ? നീ ആടുത്തോമയെ ജീവിക്കാണോ? എടാ, നീ ഇവിടെ റീൽസ് ചെയ്താൽ പോരാട്ടോ, പുറമെ പുറം കാണണം നിന്റെ വീഡിയോ. തോമസ് ചാക്കോ, സംഭവം ശരിയാണ്. ആരാണ് ഇത്? ഞാനടാ മനു. സംഭവം ശരിയാണ്. എന്നെ കാത്തിരിക്കായിരുന്നു. അല്ല, നല്ല നുണ പറഞ്ഞതാണോ നീ? ചാൻസ് കിട്ടിയതൊക്കെ ചാൻസ് കിട്ടിയതാ. അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് 3 പേരെ സെലക്ട് ആയിരുന്നു. അതിപ്പോ 3 പേർക്ക് ഒരാളില്ല, ബാക്കിയാകുന്ന കറക്റ്റ് തോമസ് ചാക്കയുടെ ഫിഗർ ചെയ്യുന്നത് ഞാനല്ലാതെ ഈ ഭാഗത്ത് വേറെ ആരാടാ? ഇനി 2 പേരുണ്ടെങ്കിൽ തന്നെ അവരെക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നത് ആരാ? നീ പറ. തോമസ് ചാക്ക തന്നെ. അപ്പൊ പിന്നെ നിനക്ക് സംശയമുണ്ടോ എനിക്ക് കിട്ടുന്നു ചെയ്യാന്നുള്ളത്? ശംഭോ മഹാദേവ. അപ്പൊ നിനക്കറിയാം നമ്പി മേൽവാഹനം എന്താ തലയല്ലേ? തല ഇണക്കണത്. അല്ല, ഇതാര്? തോമസ് ചാക്കയോ ലൂസിഫറോ? ഇത് തോമസ് ചാക്കയുമല്ല, ലൂസിഫറുമല്ല. ഇതാണ് എമ്പുരാൻ. എമ്പുരാൻ. അപ്പൊ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കില്ലേ? അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് പുതിയ ഫിഗറുകൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എടാ തോമസ് ചാക്കോ, ഇന്ന് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. എന്താടാ, നിന്റെ കല്യാണമായ? കല്യാണമല്ല തോമസ് ചാക്കോ, ഇന്ന് ഒരു കാര്യമുണ്ട്. എടാ, 3 പേരെ സെലക്ട് ചെയ്തതിൽ 2 പേരും ഔട്ടായി. അതിൽ നീയാണ് വിന്നായിരിക്കുന്നത്. സത്യമാണോ നീ പറയുന്നത്? അതേടാ, സത്യമാണ്. എന്നാ നമുക്ക് അടിച്ചു പൊളിക്കണല്ലോ. എടാ, അത് ഈ മാസം തന്നെ പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്താണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റേജ് പ്രോഗ്രാമാണ്, ജനലക്ഷങ്ങളുടെ മുന്നിലിരുന്ന് അഭിനയിക്കേണ്ട സ്റ്റേജ് പ്രോഗ്രാമാണ്. അത് വിന്നതിന് ശേഷം നിന്നെ ഉടനെ ഫിലിമിലേക്ക് എടുക്കുന്നതായിരിക്കും. തലയുടെ പിള്ളേരും സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. ഞാൻ എന്തായാലും ഈ സോഷ്യൽ മീഡിയ മൊത്തം കാണുന്നുണ്ട്. പിന്നെ അതാണ് ഈ ആടുന്നതിന്റെ രഹസ്യം. ആടിന്റെ ചെങ്കിലെ ജീവൻ ടോം ആടിന്റെ രഹസ്യം മനസ്സിലായോ? ഇതെന്റെ മുത്തൻ പൈൻ്റെ ഗ്ലാസ്. ചവിട്ടി പിടിച്ച ഇതിന്റെ കാര്യം വേണ്ട, ഇതിന്റെ കൂട്ടുകാരിയാകുന്നത് ഇത് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാം. അവിടെ ബിഗ് സ്ക്രീനിൽ കാണാം. ഓക്കെ, അപ്പൊ ഞാൻ നിന്നെ വിളിക്കും. നീ എന്റെ കൂടെ വരണം. ബെസ്റ്റ് ചങ്കായിട്ട് കൂടെ വരണം.